നമ്മളിൽ പലരും സിനിമകളിൽ ഒരു സീൻ കണ്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ ബഹിരാകാശത്ത് സ്പേസ് സൂട്ട് ഇല്ലാതെ എത്തിപ്പെട്ടാൽ പെട്ടെന്ന് ഐസായി മാറുകയോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? സത്യം എന്തെന്നാൽ അങ്ങനെ സംഭവിക്കില്ല എന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബഹിരാകാശത്തെക്കുറിച്ചുള്ള വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ ബഹിരാകാശത്ത് മരിച്ചാൽ അയാളുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? ഒരു നിമിഷം നിങ്ങൾ തന്നെ ആ സ്ഥാനത്താണെന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയായി നിങ്ങൾ ബഹിരാകാശത്ത് നിൽക്കുകയാണ്. ചുറ്റും നക്ഷത്രങ്ങൾ മാത്രം, താഴെ നമ്മുടെ ഭൂമി. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സ്പേസ് സ്യൂട്ടിന് എന്തോ അപകടം സംഭവിച്ചു. ആദ്യ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടെ ശ്വസിക്കാൻ വായുവില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അപകടം സംഭവിച്ചതിന് ശേഷം നിങ്ങളുടെ ബോധം നഷ്ടപ്പെടും. അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ മരണവും സംഭവിക്കും. പക്ഷേ യഥാർത്ഥ കൗതുകം അവിടെയാണ് തുടങ്ങുന്നത്. മരിച്ചതിന് ശേഷം ശരീരം എന്താകും? പലരും കരുതുന്നത് പോലെ ശരീരം പൊട്ടിത്തെറിക്കില്ല ഒരിക്കലും. കാരണം നമ്മുടെ ചർമ്മം അത്ര ബലഹീനമല്ല. എന്നാൽ ശരീരത്തിന് ചെറിയ വീക്കമുണ്ടാവും. മുഖവും കൈകളും കുറച്ച് വലുതായി കാണാം. ഇനി മറ്റൊരു കാര്യം, ബഹിരാകാശം വളരെ തണുപ്പുള്ള സ്ഥലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശരീരം ഉടനെ ഐസായി മാറുമെന്ന് പലരും ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല. കാരണം അവിടെ വായുവില്ല. അതുകൊണ്ട് ശരീരത്തിന് ചൂട് പുറത്തേക്ക് പോകാൻ സമയമെടുക്കും. അതിനാൽ സിനിമകളിൽ കാണുന്നത് പോലെ ഒരു നിമിഷം കൊണ്ട് ഐസായി ഒരിക്കലും മാറില്ല. ഭൂമിയിൽ ഒരാൾ മരിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശരീരം അഴുകാൻ തുടങ്ങും. എന്നാൽ ബഹിരാകാശത്ത് അങ്ങനെയല്ല. അവിടെ അഴുകാൻ സഹായിക്കുന്ന പല കാര്യങ്ങളുമില്ല. അതുകൊണ്ട് ശരീരം അഴുകാതെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങും. വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു മമ്മിയെ പോലെന്ന പോലെ മാറാനും സാധ്യത വളരെ കൂടുതലാണ്. ആ ശരീരം പിന്നെ എവിടേക്ക് പോകും? ആ മരിച്ച ശരീരം എവിടെയായിരിക്കും ഉണ്ടാവുക? എങ്ങോട്ടായിരിക്കും അത് പോവുക? അത് ഭൂമിക്കടുത്താണെങ്കിൽ ഒരുപക്ഷെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ് കത്തി നശിച്ചേക്കാം. എന്നാൽ ഭൂമിയിൽ നിന്നും വളരെ ദൂരെയാണെങ്കിൽ ആ ശരീരം ബഹിരാകാശത്തിലൂടെ ഒഴുകി നടക്കും. ചിലപ്പോ ഒരു വർഷം, ചിലപ്പോ ഒരു ദിവസം, ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ അതൊഴുകി നടന്നേക്കാം. ചിന്തിച്ചു നോക്കൂ, ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ആരുമില്ലാത്ത ബഹിരാകാശത്ത് ആഴങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ചുറ്റും നക്ഷത്രങ്ങൾ മാത്രം. സംസാരിക്കാനോ കേൾക്കാനോ ആരുമില്ല. അവസാനമില്ലാത്തൊരു യാത്ര. അതുകൊണ്ട് ബഹിരാകാശത്ത് മരിച്ചാൽ ശരീരം പൊട്ടിത്തെറിക്കുകയോ ഉടനെ ഐസായി മാറുകയോ ചെയ്യില്ല. അത് പതുക്കെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു പക്ഷേ കോടിക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് പ്രപഞ്ചത്തിന്റെ ഇരുട്ടിലേക്ക് ചിലപ്പോൾ അത് മറഞ്ഞു പോയേക്കാം. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ബഹിരാകാശം കാണാൻ എത്ര മനോഹരമാണോ അത്രയും തന്നെ നിഗൂഢവും ഭയപ്പെടുത്തുന്നതുമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ബഹിരാകാശത്ത് ഒരു മനുഷ്യൻ മരിച്ചാൽ ശരീരത്തിന് സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. സിനിമകളിൽ കാണിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യത്തിൽ ശരിയല്ല. പക്ഷെ ഇതെല്ലാം കേട്ട ശേഷം എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒരുപക്ഷെ ഒരു ദിവസം മനുഷ്യൻ മറ്റ് ഗ്രഹങ്ങളിൽ താമസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ബഹിരാകാശത്ത് മരണം സംഭവിക്കുന്നവരുടെ ശരീരം എങ്ങനെ അവർ കൈകാര്യം ചെയ്യും? നിങ്ങളത് കമന്റ് ബോക്സിൽ അറിയിക്കുക.